السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിലെ വദായിഫു ഷഹ്രി റമളാൻ മാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന ഭാഗമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുഖ്തസർ സംക്ഷിപ്തമായിട്ടുള്ള ഭാഗം. അതിൽ കഴിഞ്ഞ ദിവസം നാം വായിച്ച് കൊണ്ടിരുന്നത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട്, അഥവാ റമളാനിലെ നടുവിലെ 10ന്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത്, അതുപോലെ റമളാനിലെ അവസാന പകുതിയുടെ പ്രത്യേകതകൾ പറയുന്നിടത്ത് 17നാണെന്നും 19നാണെന്നും കാണാം. മശഹൂറായ അഭിപ്രായം 17ആണ്. ആ 17നുള്ള പ്രത്യേകതകൾ പറയുന്നിടത്താണ് ബദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ബദറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പുറപ്പെടാനുണ്ടായ സാഹചര്യം, എന്തിനാണ് പുറപ്പെട്ടത്, ആ പുറപ്പെട്ടിട്ട് അവരുടെ ഉദ്ദേശം സാധിച്ചില്ല. കാരണം അബൂ സുഫിയാന്റെ കച്ചവട സംഘം വേറൊരു മാർഗത്തിലൂടെ മക്കയിലേക്ക് പോയിരുന്നു. എന്നാൽ ദൂതനെ അയച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും സഹാബികളും ഇങ്ങനെ ഒരു ഉദ്ദേശത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മക്കയിലെ പ്രധാനികളെല്ലാം, മുശ്രിക്കുകളിലെ പ്രധാനികളെല്ലാം ആളുകളെ ഒരുമിച്ച് കൂട്ടി യുദ്ധത്തിനായി പുറപ്പെട്ടു വരികയുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ 1000ഓളം ആളുകൾ ഒരുമിച്ച് കൂട്ടി പുറപ്പെടുകയുണ്ടായി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും വന്ന ഉദ്ദേശം അവിടെ നടന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ അറിയുകയും ചെയ്തു, അഥവാ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി വരുന്നുണ്ട് എന്ന് അറിയുകയും ചെയ്തു. അപ്പൊ ഇനി എന്താണ് അടുത്തത് എന്ന നിലക്ക് അവരും കൂടി യുദ്ധം ചെയ്യാൻ എത്തിയിട്ടുണ്ട്, ബദറിലേക്ക് വന്നിട്ടുണ്ട്, നബിയും സഹാബികളും ബദറിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്തത് ഇനി എന്താണ്? യുദ്ധമല്ലാതെ പ്രത്യേകിച്ച് മാറുകയല്ല, അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് ഇങ്ങോട്ട് പോരണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൂടിയാലോചന നടത്തുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്തത് പറയുന്നത്. واستشار النبي صلى الله عليه وسلم المسلمين في القتال. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളുമായിട്ട് കൂടിയാലോചിച്ചു, ചർച്ച നടത്തി, മുഷാവറ നടത്തി യുദ്ധം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം മക്കയിൽ നിന്ന് മുഹാജിറുകളുണ്ട്, അതോടൊപ്പം അൻസാരികളും വന്നിട്ടുണ്ട്. മുഹാജിറുകൾ അറിയാം, മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനത്തെത്തിയ ആളുകൾ, അതുപോലെ മദീനത്ത് ഉണ്ടായിരുന്ന അൻസാരികളും ആ കൂട്ടത്തിലുണ്ട്, 313 ആളുകളിൽ. അപ്പൊ അവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചിക്കുകയാണ്. ഫതകല്ലമ അൽ മുഹാജിറൂന ഫസകത അൻഹും. മുഹാജിറുകൾ ആ വിഷയവുമായി സംബന്ധിച്ച് പറഞ്ഞു. മുഹാജിറുകൾക്ക് ഇത് ശീലമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും ത്യാഗം സഹിച്ച്, ഒരുപാട് പീഡനങ്ങൾ മക്കയിൽ വെച്ച് സഹിച്ച്, അവസാനം സ്വന്തം നാടും വീടും കുടുംബവും ഒക്കെ വിട്ടിട്ട് എല്ലാം വിട്ടെറിഞ്ഞ് ദീനിന് വേണ്ടി പോകുന്ന മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം അവർ വിശ്വസിച്ച വിശ്വാസത്തിന് വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അവരെല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. അപ്പോ മുഹാജിറുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞു, നമുക്ക് യുദ്ധം ചെയ്യാം, കുഴപ്പമില്ല എന്ന നിലക്ക് അവർ പറയുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടുന്നില്ല. വഇന്നമാ കാന ഖസ്ദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം അൻസാരികളാണ് എന്നതുപോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദനായിരുന്നത്. അഥവാ അൻസാരികൾ എന്ത് പറയും എന്ന നിലക്ക്. കാരണം അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചോളാം, അല്ലെങ്കിൽ ഹിജറ ചെയ്ത് വന്ന ആളുകളെ സംരക്ഷിച്ചോളാം എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. അഖബയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തുണ്ടായിരുന്ന സമയത്ത് തന്നെ ഹജ്ജിന് വേണ്ടി വന്ന ചില അൻസാരികളുമായിട്ട് അഖബയിൽ വെച്ചിട്ടുള്ള ഉടമ്പടി, കരാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചോളാം, മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമായ കാര്യങ്ങൾ ചെയ്തോളാം, യുദ്ധത്തിനൊപ്പം നിൽക്കുമെന്നൊന്നും ബൈഅത്ത് ചെയ്തിട്ടില്ല. അപ്പോ അൻസാരികൾ എന്താണ് പറയുക എന്ന് കാത്തു നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അൻസാരികൾക്കും തോന്നി, പിന്നെ രബ്സാസും ഉണ്ടായിരിക്കുന്നുണ്ടപ്പോ لأنه ظن أنهم لم يبايعوه إلا على نصرته على من قصده في ديارهم. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻസാരികൾ എന്തിനെ ബൈഅത്ത് ചെയ്തിട്ടുള്ളൂ? അവരുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകാം, ആ നിലക്കുള്ള സഹായിക്കാം എന്നുള്ള നിലക്കുള്ള ബൈഅത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവർ യുദ്ധത്തിന് തയ്യാറാവോ ഇല്ലേ എന്നുള്ള ഒരു ചിന്തയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാമ സഅദ് ഇബ്നു ഉബാദ.
സഅദ് ഇബ്നു ഉബാദ അൻസാരികളുടെ കൂട്ടത്തിൽ നേതാവായിട്ടുള്ള വളരെ സ്ഥാനമുള്ള സഹാബിയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഫഖാല ഇയ്യാന തുരീദു യഅനി അൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇയ്യാന തുരീദു, ഞങ്ങളെയാണോ റസൂലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ കാര്യമാണോ നിങ്ങൾ ആലോചിച്ച് വെക്കുന്നത് എന്ന നിലക്ക് ചോദിച്ചു സഅദ് ഇബ്നു ഉബാദ, അഥവാ അൻസാരികളുടെ കാര്യം. വല്ലദീ നഫ്സി ബിയദിഹി, എന്നിട്ട് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അഥവാ അല്ലാഹു ആണ് സത്യം. ലൗ അമർതനാ അൻ നുഖീദഹാ അൽ ബഹ്റ ലഅഖദ്നാഹാ, താങ്കൾ എങ്ങാനും ഞങ്ങളോട് കൽപ്പിക്കുകയാണ് കടലിലേക്ക് ഇറങ്ങണം എന്ന് ഞങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങും, ഞങ്ങൾ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങും. വലൗ അമർതന അൻ നദ്രിബ അക്ബാദഹാ ഇലാ ബർക്കിൽ ഗിമാദ് ലഫഅൽനാ, ഇനി ഞങ്ങളോട് കൽപ്പിക്കുകയാണ് നദ്രിബ അക്ബാദഹ എന്ന കടലിന്റെ അങ്ങേയറ്റ ആഴത്തിലേക്ക്, ഇലാ ബർക്കിൽ ഗിമാദ് എന്ന അടിത്തട്ട്, ഏറ്റവും അടിത്തട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, അങ്ങോട്ട് ഞങ്ങളോട് പോകണം എന്നാണോ നിങ്ങൾ കൽപ്പിക്കുന്നത്, ലഫഅൽനാ, ഞങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞു, ഞങ്ങളത് ചെയ്തോളാന്ന് പറഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണോ അത് ഞങ്ങൾ ചെയ്യും എന്ന നിലക്ക് പറഞ്ഞു. വഖാല ലഹു അൽ മിഖ്ദാദ്, അപ്പോൾ ആ കൂട്ടത്തിലുള്ള മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ നഖൂലു ലക കമാ ഖാല ബനു ഇസ്രായീൽ ലിമൂസ, ഞങ്ങൾ ബനു ഇസ്രായേലുകാർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ പറയൂല റസൂലെ, ഞങ്ങൾ നിങ്ങളോട് പറയില്ല. എന്താണ്? സൂറത്തുൽ മാഇദയിലെ 24-ാമത്തെ ആയത്തിൽ കാണാം, ഖാലു യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹാ അബദാ, മൂസ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് പ്രവേശിക്കില്ല, മാ ദാമു ഫീഹാ, അവരവിടെ ഉള്ളിടത്തോളം കാലം. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ, നിങ്ങൾ രണ്ടുപേരും. ഇന്നഹാ ഹുനാ ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കാവുന്നു. ഇത് ബനു ഇസ്രായേലുകളെ കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം മിസ്റിന്ന് പോന്നല്ലോ, ഫിർഔന്റെ കൂട്ടരുടെ അടുക്കൽ നിന്ന് പോന്ന് ഫിലിസ്തീൻ എന്ന് പറയുന്ന ഫിലിസ്തീനിലേക്ക് മുഖദ്ദസായിട്ടുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഫിലിസ്തീനിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷെ അന്ന് അവിടെ അക്രമികളായിട്ടുള്ള കുറച്ച് ഭരണാധികാരികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവരുമായിട്ട് യുദ്ധം ചെയ്യണമെന്ന് ബനു ഇസ്രായേലുകളോട് പറഞ്ഞപ്പോൾ പൊതുവെ അനുസരണക്കേട് കാണിക്കുന്ന ആളുകളാണ് ബനു ഇസ്രായേലുകൾ എന്നുള്ളത്. അപ്പോൾ അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ വാക്കാണ്, അവരോട് അങ്ങോട്ട് പ്രവേശിക്കാൻ പറഞ്ഞു, പ്രവേശിച്ചിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, പിന്നെ അവരവിടെ ഉള്ളപ്പോ ഞങ്ങൾ അതിലേക്ക് പ്രവേശിക്കൂല, പിന്നെ യുദ്ധം ചെയ്യാനൊന്നും ഞങ്ങളെ കൊണ്ട് വയ്യ, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്താൽ മതി എന്ന നിലക്ക് ബനു ഇസ്രായേലുകാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഞങ്ങൾ റസൂലെ നിങ്ങളോട് പറയില്ല, നിങ്ങൾ പറയുന്ന പോലെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തത് കേട്ടപ്പോൾ വളരെ വലിയൊരു സന്തോഷം ഉണ്ടായി എന്നുള്ളത്. വലാകിൻ നുഖാതിലു മഅക അൻ യമീനിക വശിമാലിക വബൈന യദൈക വമിൻ ഖൽഫിക, എന്നിട്ട് പറഞ്ഞു അൻസാരികൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം യുദ്ധം ചെയ്യും, നിങ്ങളുടെ മുന്നിലും പിന്നിലും വലത്തും ഇടത്തും ഒക്കെ നിന്ന് ഞങ്ങൾ യുദ്ധം ചെയ്യും. ഫസുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക്, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് വളരെയധികം സന്തോഷമുള്ള കാര്യമായിരുന്നു, നല്ല സന്തോഷം ഉണ്ടായി. വജ്മഅ അലൽ ഖിതാലി വബാത തിൽക ലൈലത ലൈലത്തുൽ ജുംഅതി 17 റമളാൻ ഖായിമൻ യുസല്ലി വയബ്കി വയദ്ഉ അല്ലാഹ വയസ്തൻസിറുഹു അലാ അദാഇഹി, അങ്ങനെ ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി. അങ്ങനെ ആ രാത്രി അഥവാ റമളാൻ 17 ആ രാത്രിയിൽ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും നിസ്കരിച്ചും കരഞ്ഞും അള്ളാഹുവിനോട് സഹായത്തെ ചോദിച്ചുകൊണ്ട്, ശത്രുക്കളുടെ മേലെ സഹായത്തെ ചോദിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കഴിച്ചുകൂട്ടി. വഫിൽ മുസ്നദ്, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, عن علي بن ابي طالب, അലി റളിയല്ലാഹു അൻഹു ധരിക്കുന്നത്, قال لقد رأيتنا وما فينا الا نائم, ഞങ്ങളെല്ലാവരും ഞങ്ങളൊപ്പമുള്ളവർ ഞങ്ങളൊക്കെ ഉറങ്ങുകയായിരുന്നു അന്ന് രാത്രി തലേന്ന്. ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ, തഹ്ത ഷജറത്തിൻ യുസല്ലി വയബ്കി ഹത്താ അസ്ബഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയിൽ പിന്നെ നിസ്കരിച്ചും കരഞ്ഞും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടും പ്രഭാതം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൂട്ടി. ആ യുദ്ധത്തിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കഴിച്ചുകൂടുകയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാം ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. وأمد الله تعالى نبيه والمؤمنين بنصر من عنده وبجند من جنده, അള്ളാഹു തആല അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഅ്മിനീങ്ങളെയും പിന്താങ്ങി സഹായിച്ചു, അള്ളാഹുവിൽ നിന്നുള്ള സഹായം കൊണ്ടും അള്ളാഹുവിൽ നിന്നുള്ള സൈന്യത്തെയും അയച്ചുകൊണ്ട്. കമാ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞതുപോലെ, ഇദ് തസ്തഗീസൂന റബ്ബക്കും,
നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തിയ സമയത്ത്, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇസ്തിആനയാണ്, സഹായത്തേട്ടമാണ്. പക്ഷെ ആപത്ത് ഘട്ടത്തിൽ, പെട്ടെന്ന് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ചെയ്യുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുക. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം ഫസ്തജാബ ലക്കും, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, ഞാൻ നിങ്ങൾക്ക് ആയിരക്കണക്കിന് മലക്കുകൾ തുടരെ ഉള്ള ആയിരക്കണക്കിന് മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പിന്താങ്ങുന്നതാണ്. വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും എന്നിട്ട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലക്കുകളെ അയച്ചത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിട്ടും നിങ്ങളുടെ കൽബിനൊരു സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, എന്നാൽ സഹായം എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ്. സൂറത്തുൽ അൻഫാലിലെ 9-10 ആയത്തുകളാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാം, അതുപോലെ മുഫസ്സിരീങ്ങളും പറഞ്ഞത് കാണാം, ഇവിടെ മലക്കുകളെ അയച്ചു എന്നുള്ളത് ആ മലക്കുകളുടെ കാരണം കൊണ്ടാണ് യുദ്ധം ചെയ്തത്, അല്ലെങ്കിൽ മലക്കുകൾ അയച്ചത് കൊണ്ടാണ് യുദ്ധം ചെയ്തത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. യഥാർത്ഥ സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് ബോധിപ്പിക്കാനാണ് ഈ പറഞ്ഞത്. പിന്നെ എന്തിനാ മലക്കുകളെ അയച്ചത്? മലക്കുകളെ അയച്ചത് നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സഹായത്തിന്റെ അടിസ്ഥാനം മലക്കുകളിന്റെ അയച്ചത് കൊണ്ടോ മറ്റുമല്ല, അത് അടിസ്ഥാനം അള്ളാഹു ആണ്. അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് സഹായം എന്ന് അറിയിക്കാനാണ് അള്ളാഹു ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്ന്. പിന്നീട് ആ യുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടും അറിഞ്ഞിട്ടുമുള്ളതാണ്. മലക്കുകൾ എത്തുകയും മുശ്രിക്കീങ്ങളെ മലക്കുകൾ വധിച്ചു കളയുകയും അങ്ങനെ മുസ്ലിമീങ്ങൾ ആ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തതല്ല. وفي صحيح البخاري കാണാം أن جبريل قال للنبي صلى الله عليه وسلم ما تعدون أهل بدر فيكم. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കാറ്? അവർക്കുള്ള സ്ഥാനവും പദവിയും എന്താണ്? ഖാല, അപ്പോൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അഫ്ദലിൽ മുസ്ലിമീന ഔ കലിമത്തൻ നഹ്വഹ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ളവരെ അല്ലെങ്കിൽ അതുപോലെ ശ്രേഷ്ഠരായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വകദാലിക മൻ ഷഹിദ ബദറൻ മിനൽ മലായിക, അതുപോലെയാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളുടെ വിഷയത്തിലും. ബദറിൽ പങ്കെടുത്ത മലക്കുകൾ ആരൊക്കെയാണോ അവർക്ക് മറ്റുള്ള മലക്കുകളെക്കാൾ ഒരു അഫ്ളലിയത്ത്, ശ്രേഷ്ഠതയുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയാം. കാരണം അത്രയും മഹത്തരമായിട്ടുള്ള ഒരു ഈമാനിന്റെ തെളിവായിക്കൊണ്ട് സ്വഹാബികൾ തെളിയിച്ചു കൊടുത്ത സന്ദർഭമായിരുന്നു ബദർ. وقال الله تعالى സൂറത്ത് ആലി ഇംറാനിലെ 123-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല, നിങ്ങൾ വളരെ തുച്ഛമായിരുന്ന, വളരെ ഒന്നുമല്ലാതിരുന്ന സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയുണ്ടായി. വഖാല സൂറത്തുൽ അൻഫാലിലെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫലം തഖ്തുലൂഹും വലാകിന്ന അല്ലാഹ ഖതലഹും, നിങ്ങളല്ല അവരുമായി യുദ്ധം ചെയ്തത്, പക്ഷെ അള്ളാഹുവാണ് അവരുമായി യുദ്ധം ചെയ്തത്. വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ, നീ എറിഞ്ഞ സമയത്ത് നീയല്ല എറിഞ്ഞത്, പക്ഷെ അള്ളാഹുവാണ് അത് എറിഞ്ഞിട്ടുള്ളത്. അത് ബദറിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിരിക്കുമ്പോൾ ശത്രുക്കൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കുറച്ച് മണ്ണെടുത്തുകൊണ്ട് അവരെ നേരക്ക് എറിയാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എറിഞ്ഞ സമയത്ത് അതാ ശത്രുക്കളുടെ എല്ലാം വായിലും കണ്ണിലും എല്ലാം ആകുന്ന നിലക്ക് അള്ളാഹു തആല എത്തിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നോക്കൂ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ അള്ളാഹു സഹായിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണോ പൂർണ്ണമായി നടന്നത് എന്നാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ബദറാവട്ടെ, ഏത് ജിഹാദാവട്ടെ, യുദ്ധമാവട്ടെ, എന്തും ആവട്ടെ, പ്രത്യേകിച്ചും ബദറിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും, അപ്പുറത്ത് മുശ്രിക്കീങ്ങൾ, അവർക്ക് ആയുധങ്ങളുണ്ട്, അവർക്ക് സന്നാഹങ്ങളുണ്ട്, സമ്പത്തുണ്ട്, അബൂജഹലും കൂട്ടരും എല്ലാവരും ഉണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുകയും, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മുഅ്മിനീങ്ങളെ യുദ്ധത്തിൽ നടക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഹൃദയത്തിന്റെ മിടിപ്പ് വരെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. അവരുടെ കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവരുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിന്റെ പ്രവർത്തനവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അവരെല്ലാവരും അവിടെ മരിച്ചു വീഴും. പിന്നെന്തിനാണ് ബദർ പോലെയുള്ള പരീക്ഷണങ്ങൾ വെക്കുന്നത്? മുഅ്മിനീങ്ങൾ അവരുടെ ഈമാൻ തെളിയിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അഥവാ ഇതുപോലൊരു സന്ദർഭത്തിൽ അള്ളാഹുവിനു വേണ്ടി അവർ യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നുണ്ടോ എന്നറിയാനാണ്. അതിനാണ് അല്ലാഹു തആല ഇതുപോലെയുള്ള ഓരോ സന്ദർഭങ്ങളും വെച്ചിട്ടുള്ളത്. ഓരോ പരീക്ഷണങ്ങളും, ഓരോ ജിഹാദും, ഓരോ യുദ്ധവും എല്ലാം
മുഅ്മിനീങ്ങൾക്കുള്ള പരീക്ഷണമാണ്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സന്ദർഭവും ഏതൊരു കാര്യവും അതിനൊരു തീരുമാനമുണ്ടാക്കാൻ അല്ലെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ആ കാര്യം എത്തിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, അള്ളാഹു ഖദീറാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും അള്ളാഹു തആല വിധിക്കുന്നത് ഖൈറാവട്ടെ ഷർറാവട്ടെ അതിന് നമ്മളിൽ നിന്ന് അള്ളാഹുവിന് മുമ്പിൽ തെളിയിച്ചു കൊടുക്കേണ്ട ഈമാനിന്റെ ഒരു ഭാഗമുണ്ടാകും. നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ട ഈമാനിന്റെ ഒരു ഭാഗമുണ്ടാകും. അത് ആ കൃത്യസമയത്ത് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ഒരാൾ ആ പരീക്ഷണത്തിൽ വിജയിച്ച ആളായി തീരുന്നത്. വലമ്മ ഖദിമൽ ഖബറു അലാ അഹ്ലി മക്ക എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, അപ്പോൾ യുദ്ധം കഴിഞ്ഞു, മുശ്രിക്കീങ്ങൾ തോറ്റു, മുശ്രിക്കുകളിൽ ധാരാളം ആളുകൾ 70ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, മുഅ്മിനീങ്ങൾ ജയിച്ചു, 70ഓളം ആളുകൾ ബന്ദികളാക്കപ്പെട്ടു, മുഅ്മിനീങ്ങൾ ജയിച്ചു, ഗനീമത്ത് സ്വത്ത് കിട്ടി, അങ്ങനെ പല 70 ആൾക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് പറയാം. സംശയം ബന്ദികളാണോ കൊല്ലപ്പെട്ടാണോ സംശയമുണ്ട്, അല്ലാഹു അലം, വായിക്കഴിച്ച് വരുന്നുണ്ട് ഭാഗത്ത്. അപ്പോ പിന്നെ മക്കാര് അപ്പോ ഈ യുദ്ധം നടന്നു കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞപ്പോ മക്കയിലെ ആൾക്കാരുണ്ട്, ഈ പോയ ആൾക്കാര് കുടുംബക്കാരുണ്ട്, അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോ അവരുടെ അടുത്ത് ഈ വാർത്ത എത്തിയപ്പോൾ ഖാലു ലിമൻ അതാഹും ബിൽ ഖബർ, ഈ വാർത്തയുമായി വന്ന ആളോട് അഥവാ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് വന്ന് അറിയിക്കാൻ വന്ന ആളോട് ചോദിച്ചു, കൈഫ ഹാലുന്നാസ്, എന്തായിരുന്നു അവരുടെ അവസ്ഥ, എന്തായിരുന്നു അവർ, അതിന് മാത്രം സൈന്യവും ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ വന്ന ആള് പറഞ്ഞു, ലാ ഷൈ, ഒന്നും ഉണ്ടായിരുന്നില്ല, അവരുടെ കയ്യിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. വല്ലാഹി, അല്ലാഹുവാണ്, ഇൻ കാന ഇല്ലാ അൻ ലഖീനാഹും ഫമനഹ്നാഹും അക്താഫനാ, എന്തുണ്ടായെന്ന് വെച്ചാൽ അവരെ ഞങ്ങൾ കണ്ടതോട് കൂടിയിട്ട് ഞങ്ങൾ അവരുടെ മുമ്പിൽ കീഴൊതുങ്ങിയ പോലെ അയക്കണം. ഞങ്ങൾ മനഹ്നാഹും അക്താഫന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരുടെ മുമ്പിൽ ആകെ കീഴൊതുങ്ങിയ അവസ്ഥയിലായിരുന്നു. യഖ്തുലൂനന വയസിറൂനന, അവർ ഞങ്ങളെ കൊല്ലുകയും അതുപോലെ തന്നെ ഞങ്ങളെ തടവിലാക്കുകയും ചെയ്യുകയായിരുന്നു. കൈഫ ശാഉ, അവർ ഉദ്ദേശിക്കുന്ന പോലെ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കണം. ആളുകളുടെ എണ്ണത്തിന്റെ ബലം കൊണ്ടോ അല്ലെങ്കിൽ ആയുധ ബലം കൊണ്ടോ മറ്റെന്തുകൊണ്ടോ ആണ് മുസ്ലിമീങ്ങൾ ജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു വരുത്തുന്ന ധാരാളം ആളുകളുണ്ട്. ആദർശം നോക്കാതെ, ഈമാൻ നോക്കാതെ, തൗഹീദോ സുന്നത്തോ പരിഗണിക്കാതെ, ദീനിന്റെ അവസ്ഥ നോക്കാതെ മുസ്ലിമീങ്ങൾ അവരുടെ ഭൗതികമായിട്ടുള്ള രീതിയിൽ അവരുടെ സംഘബലം കൊണ്ടും അവരുടെ സാമ്പത്തിക ഭദ്രത കൊണ്ടും അവരുടെ അധികാരം കൊണ്ടും എല്ലാമാണ് ശക്തിപ്പെടേണ്ടത്. അതിന് ആദർശം നോക്കേണ്ട ആവശ്യമില്ല, അതിന് ആളുകളുടെ പിഴച്ച വിശ്വാസം ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മതി എന്ന് വാദിക്കുന്ന ധാരാളം ആളുകൾ, വിഭാഗങ്ങൾ കാണാൻ സാധിക്കും. അവരെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം, മുഅ്മിനീങ്ങൾ ഏതൊരു യുദ്ധത്തിലും ചരിത്രത്തിൽ ജയിച്ചിട്ടുള്ളത് അത് ഈമാനിന്റെ ബലം കൊണ്ട് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമാണ്. അതിൽ നിന്ന് തെറ്റിക്കൊണ്ട് ഒരു മാർഗം ആര് സ്വീകരിച്ചാലും അവർക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല. അത് എണ്ണത്തിലും പെരുപ്പത്തിലും ശത്രുക്കളെക്കാൾ എത്ര ഇരട്ടിയുണ്ടെങ്കിലും. ചരിത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണത്. ഹുനൈൻ യുദ്ധം പോലെയുള്ള യുദ്ധങ്ങൾ അതിനുള്ള തെളിവാണ്. അപ്പൊ ഇവിടെ പറയാണ്, മുശ്രിക്കീങ്ങൾക്ക് വാർത്ത അറിയിച്ചു കൊടുക്കുന്ന ആള് പറയാണ്, അവരെ ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോ തന്നെ ഞങ്ങൾ അവർക്ക് കീഴൊതുങ്ങിയ പോലെ അയക്കണം. അവരെക്കാൾ 3 ഇരട്ടിയുണ്ട് മുശ്രിക്കീങ്ങൾ. അവര് ഞങ്ങളെ വധിക്കുന്നുണ്ട്, തടവിലാക്കുന്നുണ്ട്, അവരുദ്ദേശിക്കുന്ന പോലൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ലഖീന റിജാലൻ അലാ ഖൈലിൻ ബൽഖിൻ, ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചില ആളുകളെ വെളുപ്പും അതിൽ വേറെ നിറങ്ങളൊക്കെ ഉള്ള കുതിരകളുടെ മേലെ, ബൈനസ്സമായി വല്ല ആകാശഭൂമികൾക്കിടയിൽ മാ യഖൂമു ലഹാ ഷൈഉൻ, ഒരാൾക്കും അവർക്കെതിരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെയുള്ള പോരാളികളെ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് മുശ്രിക്കീങ്ങൾ പറയുകയാണ്. അഥവാ മലക്കുകളെ യുദ്ധത്തിനുണ്ടായിരുന്നതായിട്ട്. അപ്പോ അങ്ങനെയാണ് ബദറിൽ അവിടെ വിജയമുണ്ടായിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, വഖതലല്ലാഹു സനാദിയത കുഫാരി ഖുറൈശിൻ യൗമഇദിൻ, ആ ദിവസത്തിൽ ഖുറൈശികളിലെ പ്രധാനപ്പെട്ട ശക്തരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള പോരാളികളായിട്ടുള്ള ആളുകളെ അള്ളാഹു വധിച്ചു, അള്ളാഹു നശിപ്പിച്ചു. മിൻഹും ഉത്ബത്ത് ഇബ്നു റബീഅ, അതിൽപ്പെട്ടതായിരുന്നു ഉത്ബത്ത് ഇബ്നു റബീഅ, ഷൈബ വൽ വലീദ് ഇബ്നു ഉത്ബ, വലീദ് ഇബ്നു ഉത്ബ വ അബൂ ജഹലിൻ വഗൈറുഹുൻ, അബൂ ജഹൽ, ഇവരൊക്കെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നേതാക്കന്മാരായിട്ടുള്ള പോരാളികളായിട്ടുള്ള ആളുകളാണ്. വാസറു മിൻഹും 70 ആളുകളെ തടവ് പുള്ളികളാക്കുകയും ചെയ്തു. കൊലപ്പെടുത്തിയല്ല, തടവ് പുള്ളികളാക്കുകയും തടവിലാക്കുകയും ചെയ്തു.
70ഓളം ആളുകളെ. വഖിസ്സത്തു ബദരിൻ യതൂൽ ഇസ്തിഖ്സാഉഹാ എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ബദറിന്റെ ചരിത്രം കൂടുതൽ വിശാലമായി സൂക്ഷ്മമായി വിശദീകരിക്കുക എന്നുള്ളത് ദീർഘിച്ചു പോകും. കാരണം ഒന്ന് ഈ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിന്റെ ഉദ്ദേശം ഓരോ മാസങ്ങളിലെ അമലുകളുമായി ബന്ധപ്പെട്ട് എഴുതാനാണ്. രണ്ട് റമളാനുമായി ബന്ധപ്പെട്ട് ആ റമളാനിൽ ഓർത്തിരിക്കേണ്ട, പരാമർശിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഈ കാര്യം പരാമർശിച്ചത്. ബദറിന്റെ ചരിത്രം പറയാനല്ല. അപ്പോ ഇബ്നു റജബ് പറയാണ് അത് വിശദമായി പറയുക എന്നുള്ളത് നീണ്ടുപോകും. വഹിയ മശ്ഹൂറത്തുൻ ഫി തഫ്സീർ, അത് വളരെ പ്രസിദ്ധമായി തന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, തഫ്സീറുകളിൽ കാണാം. കുതുബ് സിഹാഹ് വസുനൻ, സഹീഹായി കൊണ്ടുള്ള സഹീഹ് ബുഖാരി, മുസ്ലിം, ഇബ്നു ഹുസൈമ, സഹീഹ് ഇബ്നു ഹുസൈമ, അതുപോലെയുള്ള സഹീഹാക്കിയിട്ടുള്ള സഹീഹ് ഇബ്നു ഹിബ്ബാൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സിഹാഹുകളിൽ അത് കാണാം. വസുനൻ, സുനനുകളിൽ കാണാം, അഥവാ തിർമിദി, നസായി, അബൂ ദാവൂദ്, ഇബ്നു മാജ പോലെയുള്ള സുനനുകൾ. വൽ മസാനീദ്, മുസ്നദുകളിൽ കാണാം. മുസ്നദ് പിന്നെ ഇമാം അഹ്മദിന്റെ മുസ്നദ് പോലെയുള്ള സനദുകൾ പ്രധാനമായി കൊടുത്തുകൊണ്ടുള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിൽ കാണാം. വൽ മഗാസി, യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നതിൽ. തവാരിഖ്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ. വഗൈരിഹ, ഇതല്ലാത്ത മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ബദറിന്റെ ചരിത്രം ധാരാളമായി കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. വൈന്നമൽ മഖ്സൂദ് ഹാ ഹുന അത്തൻബീഹു അലാ ബഅദ് മഖാസിദിഹ, ഇവിടെ ഇത് പരാമർശിക്കാനുള്ള കാരണം ആ ബദർ കൊണ്ട് മനസ്സിലാക്കേണ്ട ചില, ബദർ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുക വേണ്ടി മാത്രമാണ് ഇവിടെ അതിനെപ്പറ്റി പരാമർശിച്ചത് എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പോൾ അത് വളരെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് ആ ഒരു ചരിത്രം, ബദറിന്റെ ചരിത്രം എന്നുള്ളത്. കാരണം ഒന്ന്, അള്ളാഹുവിന് മുമ്പിൽ തൗഹീദ് തെളിയിച്ചു കൊടുക്കുന്നതിന്റെ, തൗഹീദ് എത്തിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്, അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളതിന്റെ ഫദ്ല്, അതെന്താണോ കഴിയുക അന്ന് ബദർ യുദ്ധമാണെങ്കിൽ ഇന്ന് എന്താണോ നമ്മളെ കൊണ്ട് സാധിക്കുക അത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും, വ്യക്തിപരമാവട്ടെ മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ളതാവട്ടെ, ഏത് തരത്തിലുള്ള പരീക്ഷണം വരുമ്പോഴും അതിന്റെ ഉദ്ദേശം നമ്മുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന് വേണ്ടി മറ്റെന്തിനേക്കാളും അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കും, അള്ളാഹുവിന് വേണ്ടി ഏതു കാര്യവും ത്യജിക്കാനും തയ്യാറാണ് എന്ന് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മൂന്ന്, അള്ളാഹുവിന്റെ സഹായം ഏത് നിലക്കും വന്നെത്താവുന്നതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹുവിന്റെ സഹായം അള്ളാഹു ഒരുക്കിത്തരും. അതിന് ചില കാരണങ്ങളും അള്ളാഹു ഒരുക്കും. പക്ഷേ യഥാർത്ഥ സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്നുള്ളത്. അങ്ങനെ ധാരാളം പാഠങ്ങൾ ബദറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ബദറുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമാണെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ ഇവിടെ ഇബ്നു റജബ് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ബദറിലേക്ക് ചേർത്തി തന്നെ മറ്റൊരു വിഷയത്തിലേക്ക് ഇബ്നു റജബ് പ്രവേശിക്കുന്നു. വഖദ് അഖ്ബറല്ലാഹു അൻ ദാലിക ബിഖൗലിഹി തആല, ആ ബദറുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ ഒരു ഭാഗം അല്ലാഹു തആല അറിയിക്കുന്നുണ്ട് സൂറത്തുൽ അൻഫാലിലെ 48ാമത്തെ ആയത്തിൽ. വഇദ് സയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും, പിശാച് ശൈത്താൻ ആ മുശ്രിക്കീങ്ങൾക്ക് അവരുടെ കർമ്മം നന്നാക്കി കാണിച്ചു, അലങ്കരിച്ച് കാണിച്ചു കൊടുത്തു. വഖാല, അവരോട് പറഞ്ഞു, ലാ ഗാലിബ ലക്കുമുൽ യൗം, ഇന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളുമില്ല. മുശ്രിക്കുകളോട് പറയാണ്. കാരണം അവർക്ക് അത്രയും സൈന്യമുണ്ട്, സമ്പത്തുണ്ട്, ആളുകളുണ്ട്, ആയുധങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, എല്ലാമുണ്ട്. ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനൻ നാസ്, ജനങ്ങളിൽ ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. വ ഇന്നി ജാറുൻ ലക്കും, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഞങ്ങളൊപ്പം ഉണ്ട്. ഫലമ്മ തറാഅത്തിൽ ഫിഅതാൻ, അങ്ങനെ രണ്ടു കൂട്ടരും യുദ്ധം തുടങ്ങിയപ്പോ, ഇവിടെ ഈ ശൈത്താൻ ഇത് പറഞ്ഞത് മുഫസ്സിരീങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന്, മുശ്രിക്കീങ്ങളുടെ ഉള്ളിൽ ശൈത്താൻ നടത്തിയ വസ്വാസാണ് എന്നും, അതല്ല പിശാജ് അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഗോത്രത്തിന്റെ നേതാവിന്റെ രൂപത്തിൽ സുറാഖത്ത് ബിൻ മാലിക് എന്നിട്ടാണ് പേര്, അയാളുടെ രൂപത്തിൽ വരികയും അവരെ മുശ്രിക്കീങ്ങളെ യുദ്ധത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കുകളാണെന്നൊക്കെ തഫ്സീറിൽ കാണാം. എന്തായാലും പിശാജ് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഫലമ്മ തറാഅത്തിൽ ഫിഅതാൻ, അങ്ങനെ യുദ്ധം തുടങ്ങി. രണ്ടു കൂട്ടരും യുദ്ധത്തിന് വേണ്ടി നിന്നപ്പോൾ മലക്കുകളെ കണ്ടു. പിന്നെ ഇബ്ലീസ് മലക്കുകളെ കണ്ടു, ശൈത്താൻ മലക്കുകളെ കണ്ടപ്പോൾ നഖസ അലാ ഖിബൈഹി, അവൻ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി, പോവാൻ തുടങ്ങി, അതിന് പിന്തിരിഞ്ഞു. വഖാല, എന്നിട്ട് അവൻ അവരോട് പറയുകയും ചെയ്തു, ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, അഥവാ മലക്കുകൾ ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് ശൈത്താൻ പറഞ്ഞ് പിന്തിരിഞ്ഞു ഓടിയെന്നാണ്. അപ്പോൾ പിശാചിന് അത്രയും നിന്ദ്യത സംഭവിച്ച ഒരു ദിവസമാണ് ബദർ എന്നുള്ളത്.
എന്നിട്ട് ഹംബലി റഹിമഹുല്ല ഈ ഒരു അവസ്ഥയും ഇബ്ലീസിന്റെ ഈ ഒരു അവസ്ഥ, അഥവാ ആളുകളെ ഇങ്ങനെ ഓരോ കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചിട്ട് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാണ്. ഫൈബിലീസു അദുവുല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുവായിട്ടുള്ള ഇബ്ലീസ്, യസ്ആ ജുഹ്ദഹു ഫീ ഇത്ഫാഇ നൂരില്ലാഹി വ തൗഹീദിഹി, അവന്റെ പരിശ്രമം മുഴുവൻ അള്ളാഹുവിന്റെ പ്രകാശത്തെയും അള്ളാഹുവിന്റെ തൗഹീദിനെയും കെടുത്തിക്കളയാനാണ്. വയുഗ്രി ബിദാലിക ഔലിയാഹു മിനൽ കുഫാരി വൽ മുനാഫിഖീൻ, അങ്ങനെ ഈ തൗഹീദിനോടും അള്ളാഹുവിന്റെ പ്രകാശത്തിനോടും ദീനിനോടൊക്കെ ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാക്കുകയാണ് അവന്റെ ഔലിയാക്കളുടെ, അവന്റെ കൂട്ടാളികളുടെ ഇടയിൽ. ആരാന്ന്? കുഫാറുകളും മുനാഫിക്കുകളുമായിട്ടുള്ള അവരുടെ ആളുകൾക്കിടയിൽ അവൻ എന്തുണ്ടാക്കുകയാണ്? ഇതിനോടൊരു ദേഷ്യവും പകയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഫലമ്മ അജിസ അൻ ദാലിക്, അങ്ങനെ ഈ തൗഹീദിനെ തകർക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ ആ സമയത്ത് തകർക്കാൻ വേണ്ടി കഴിയുന്നില്ല. ബിനസ്രില്ലാഹി നബിയഹു വ ഇദ്ഹാരി ദീനിഹി അലദ്ദീനി കുല്ലിഹി, അല്ലാഹു തആല അവന്റെ നബിയെ സഹായിക്കുന്നത് കൊണ്ടും മറ്റുള്ള ദീനുകളെക്കാൾ എല്ലാം ഉയർന്നു നിൽക്കുന്ന, അതിനേക്കാൾ മഹത്തരമായ നിലയ്ക്ക് വിജയിച്ചിറക്കുന്ന നിലയ്ക്ക് ഇസ്ലാമിനെ ഉയർത്തിയത് കൊണ്ടും, റളിയ ബിൽഖാഇൽ ഫിത്ന ബൈനൽ മുസ്ലിമീൻ വജ്തസാ മിൻഹും ബിമുഹഖറാത്തി ദുനൂബ് ഹൈസു അജ്സ അൻ റദ്ദിഹിം അൻ ദീനിഹിം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം എന്ന് പറഞ്ഞാൽ ആ നിലക്ക് തൗഹീദിന്റെ പരിപൂർണതയിൽ മുസ്ലിമീങ്ങൾ ഉന്നതമായ നിലക്ക് എന്തും അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് മറ്റെന്തിനേക്കാളും അള്ളാഹുവും പരലോകവും പ്രാധാന്യം കൊടുത്തു നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ പിശാചിന് ഇനി ഒന്നും ചെയ്യാൻ, ഇവരെ മൊത്തത്തിൽ ഇനി ഒരു ശിർക്കിലേക്ക് വീഴ്ത്താൻ, ഇവരെ ദീനെന്ന് തെറ്റിക്കാൻ പറ്റൂല എന്ന് തോന്നിയ സമയത്ത് റളിയ ബിൽഖാഇൽ ഫിതൻ ബൈനൽ മുസ്ലിമീൻ, അവൻ ഇഷ്ടപ്പെട്ട കാര്യം, തൃപ്തിപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ചെയ്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഓരോ ഫിത്നകൾ കൊണ്ടുപോയിട്ടും വജ്തസാ മിൻഹും ബിമുഹഖറാത്തി ദുനൂബ്, അങ്ങനെ അവരെ കൊണ്ടുപോയി വീഴ്ത്തി, അവർക്ക് ഈ എന്തായാലും അവർക്ക് ദീന തെറ്റിക്കാൻ പറ്റില്ല, പിന്നെ അവരെ കൊണ്ട് അവര് നിസ്സാരമായി കാണുന്ന തെറ്റുകൾ, പാപങ്ങളിലേക്ക് അവരെ വീഴ്ത്താൻ തുടങ്ങി. ഹൈസു അജ്സ അൻ റദ്ദിഹിം അൻ ദീനിഹിം, അവരുടെ ദീനിൽ നിന്ന് അവരെ തെറ്റിക്കാൻ സാധിക്കാതെ ആയപ്പോൾ എന്തായി? അവരെ മറ്റു പാപങ്ങളിലേക്ക് വീഴ്ത്താൻ തുടങ്ങി. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്ന ശൈത്താന ഖദ് ഐസ അൻ യഅബുദഹു അൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സഹാബികളെല്ലാം ഉന്നതമായ തൗഹീദിന്റെ സാക്ഷാത്കാരത്തിന്റെ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന, തൗഹീദ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ ജസീറത്തുൽ അറബിൽ, അറബ് പ്രദേശത്ത്, അന്ന് ആ പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിശാച് നിരാശപ്പെട്ടിരിക്കുന്നു, പ്രതീക്ഷ അറ്റിട്ടുണ്ട്. ഇനി പിശാചിനെ എല്ലാവരും കൂടി, ജസീറത്തുൽ അറബിലുള്ള എല്ലാവരും കൂടി പിശാചിനെ ആരാധിക്കപ്പെടും, അല്ലെങ്കിൽ ആരാധിക്കും എന്നുള്ളതിൽ പിശാച് നിരാശ അറ്റിട്ടുണ്ട്, അവന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലാകിൻ ഫിത്തഹ്രീശി ബൈനഹും, പക്ഷേ പിശാചിന് പ്രതീക്ഷയുള്ള കാര്യം നിങ്ങളുടെ ഇടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, പരസ്പരം തെറ്റിക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആക്കലാണ് പിശാച് ഇനി പ്രതീക്ഷയുള്ള കാര്യം. ഖറജഹു മുസ്ലിമുൻ മിൻ ഹദീസ് ജാബിർ, ഇവ മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്താണ്. ഇവിടെ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഒരു സമൂഹം അവർ തൗഹീദിലും സുന്നത്തിലും ദീനിന്റെ ഹക്കായ പാതയിലും അവർ പരിപൂർണത പ്രാപിക്കുകയാണ്, അല്ലെങ്കിൽ അവർ അത്രയും അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ, പിശാചിന് ദീനിൽ നിന്ന് അവരെ തെറ്റിക്കാൻ ശിർക്കിന്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നു, ബിദഅത്തിന്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കാൻ സാധിക്കുന്നില്ല, ബാക്കിയുള്ള ശുഭത്തുകൾ കൊണ്ടും വലാലത്ത് കൊണ്ടും അവരെ തെറ്റിക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ പിശാച് അവരുടെ ഇടയിൽ കളിക്കുക, അവരുടെ ഇടയിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാനാണ്, പരസ്പരം പകയും വിദ്വേഷവും കുഴപ്പങ്ങളും ഉണ്ടാക്കാനാണ്. അന്നും അങ്ങനെയാണ്, ഇന്നും നമ്മുടെ നാടുകളിലാവട്ടെ മുസ്ലിം ലോകത്താവട്ടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, വലം യഅബും. ഇനി ഈ ഹദീസിന്റെ ആശയത്തിൽ ചില ആളുകൾ പറയാറുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിൽ ശിർക്ക് കടന്നുകൂടില്ല എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ആശയമെന്ന്. അങ്ങനെയല്ല, അന്ന് ആ നാട്ടിൽ മുഴുവൻ ആളുകൾ കൂടി ഷിർക്കിലേക്ക് കൊണ്ടുപോയി ചാടുന്ന, ഉമ്മത്തിൽ എല്ലാവരും ഷിർക്കിൽ പോയി ചാടുന്ന ഒരവസ്ഥ ഉണ്ടായില്ല എന്നതാണ് അതിന്റെ ഉദ്ദേശം. കാരണം ബാക്കി ധാരാളം കാര്യങ്ങൾ, ധാരാളം ഹദീസുകൾ ഷിർക്ക് ഈ ഉമ്മത്തിലേക്ക് കടന്നുകൂടും എന്നുള്ളതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. വലം യഅബും അല ഇബ്ലീസ് ഷൈഉൻ അക്തർ മിൻ ബിഅസതി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കിയ,
ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമുള്ള ഒരു കാര്യമില്ല. വൻതിശാരി ദഅവതിഹി ഫീ മശാരിഖിൽ അർളി വമഗാരിബിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്, ഈ ദീനിന്റെ ഈ തൗഹീദിന്റെ പ്രബോധനം അത് ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും പ്രചരിക്കുന്നതിനേക്കാൾ ഫൈന്നഹു ഐസ അൻ തഊദ ഉമ്മത്തുഹു കുല്ലുഹും ഇല ശിർക്കിൽ അക്ബർ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത ഈ ഉമ്മത്ത് അവരെല്ലാവരും കൂടിയിട്ട് ഷിർക്കുൻ അക്ബറിൽ, വലിയൊരു ഷിർക്കിൽ അകപ്പെടും. ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചേക്കാൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ഷിർക്കുൻ അക്ബറിൽ എല്ലാവരും കൂടി ഉമ്മത്ത് മുഴുവനായിട്ട് വീഴുക എന്നുള്ളത്, ആ വിഷയത്തിൽ പിശാച് നിരാശപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിശാച് ഈ പണിയെടുക്കാൻ, ആളുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, ഫിത്നകൾ ഉണ്ടാക്കാൻ ഉള്ള പണിയെടുക്കുന്നത്. فهو لا يزال في هم وغم وحزن منذ بعث النبي صلى الله عليه وسلم. ഇബ്ലീസ് ആണെങ്കിലോ നിരാശയിലും ഖേദത്തിലുമൊക്കെയാണ്. ഏതിനു ശേഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോഗത്തിന് ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോഗത്തിന് മുമ്പ് എന്താ അവസ്ഥ? അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനത്തിൽ പോലും ശിർക്കാണ്. ലോകത്ത് ഷിർക്ക് മൊത്തം അത്രയും കുഴപ്പങ്ങൾ നിറഞ്ഞ, വളരെ അഹ്ലുൽ കിതാബിൽപ്പെട്ട ചില ഹദീസിൽ കാണാം, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോഗത്തിന് മുമ്പ് നോക്കുന്ന സമയത്ത് അഹ്ലുൽ കിതാബിൽപ്പെട്ട വളരെ ചുരുങ്ങിയ ചില ആളുകൾ മാത്രമാണ് തൗഹീദ് ഉള്ളവരായിട്ടുണ്ടായിരുന്നത്. ബാക്കി ലോകം മൊത്തം ഷിർക്കും കുഫറും വലാലത്തുമായി നിറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോഗത്തിന് ശേഷം കിഴക്കും പടിഞ്ഞാറും തൗഹീദിന്റെ ശബ്ദം എത്തുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോഗത്തിന് ശേഷം ഇബ്ലീസ് വളരെയധികം ഹമ്മിലും ഗമ്മിലും ഒക്കെയാണ്, നിരാശയിലും ഖേദത്തിലും ഒക്കെ ആയിട്ടാണ് ഇബ്ലീസിന്റെ അവസ്ഥ ഉള്ളത്. ലിമാ റഅ മിൻഹു വമിൻ ഉമ്മത്തിഹി മാ യുഹിമ്മുഹു വയഗീബുഹു. എന്ത് കാരണത്താലാണ് അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ നിന്നും ആ പിശാചിൽ വെറുപ്പുണ്ടാക്കുന്ന, ഞെരുക്കമുണ്ടാക്കുന്ന കാര്യം കാണുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, നബിമാർ അള്ളാഹുവിനോട് കാണിച്ച ഉബൂദിയത്തിൽ ഏറ്റവും വലുത് ദഅവത്താണ്. ദഅവത്ത് കൊണ്ട് ഉബൂദിയത്ത് കാണിച്ചതുപോലെ നബിമാർ വേറൊരു ഇബാദത്ത് കൊണ്ടും ഉബൂദിയത്ത് തെളിയിച്ചിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്, എങ്ങനെയാണോ സാധിക്കുക, അവൻ എന്താണോ കഴിവുള്ളത്, അവന്റെ അറിവാണോ, അവന്റെ സംസാരമാണോ, അവന്റെ എഴുത്താണോ, അവന്റെ സമ്പത്താണോ, അവന്റെ ആരോഗ്യമാണോ, എന്തുകൊണ്ടാണെങ്കിലും അവന് സാധിക്കുന്നത് പോലെ ഈ ദീന് ആളുകളിലേക്ക് എത്തിക്കാൻ, ഈ ലോകത്ത് പ്രചരിക്കാൻ, തൗഹീദ് ആളുകൾ അറിയാൻ, അള്ളാഹുവിന്റെ കലിമത്ത് ഉയരാൻ എന്താണോ കഴിയുക അതിനുള്ള പണിയെടുക്കണം. അതിനുള്ള പണി അവന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കണം, അതിനുള്ള പരിശ്രമം അവന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. അതിന് ദീന് പഠിക്കണം, ദീനനുസരിച്ച് ജീവിക്കണം. ഇതൊക്കെ മാതൃകയാവലാണ്. അതുപോലെ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എന്താണോ സാധിക്കുക അത് അവൻ ചെയ്യേണ്ടതുണ്ട്. വലാ യസാലു ഇബ്ലീസു യറാ ഫീ മവാസിമിൽ മഗ്ഫിറതി വൽ ഇത്ഖി മിനൻ നാരി മാ യസൂഉഹു. അപ്പോൾ ഇബ്ലീസിൽ ഇങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ അവസ്ഥയിൽ. ഇനി ഇബ്ലീസ് ഈ മഗ്ഫിറത്തിന്റെ സമയത്ത്, അഥവാ അള്ളാഹു പാവം പൊറുക്കുന്ന സമയത്ത്, നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന സമയത്ത്, അത് പ്രത്യേകിച്ച് റമളാനിൽ അങ്ങേയറ്റം ഇബ്ലീസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന അവസ്ഥയാണത്. ഫയൗമ അറഫ, അതുപോലെ തന്നെ അറഫ ദിവസം, ലാ യുറാ സുഗറ വലാ ഹഖറ വലാ അദ്ഹറ ഫീഹി മിൻഹു ലിമാ യറാ മിൻ തനസ്സുൽ റഹ്മതി വതജാവുസില്ലാഹ് അനി ദുനൂബിൽ അളാം. വലിയ ഗൗരവമുള്ള പാപങ്ങളിൽ നിന്ന് പോലും അള്ളാഹു തആല വിട്ടുവീഴ്ച ചെയ്യുന്ന, അള്ളാഹുന്റെ റഹ്മത്ത് ഇറങ്ങുന്ന അറഫ ദിവസത്തിൽ അങ്ങേയറ്റം നിന്ദ്യനായി പോകുന്ന, ഇല്ലാതായി പോകുന്ന, പുച്ഛിച്ചു പോകുന്ന, ഒരു നിന്ദ്യത അനുഭവിക്കുന്ന അവസ്ഥയാണ് ഇബ്ലീസ് ഉണ്ടാവുക. ഇല്ലാ മറു യൗമ ബദ്രീൻ, യൗമ ബദറിൽ ഒഴികെ. അല്ലെങ്കിൽ യൗമ ബദർ അതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. അതേപോലെ യൗമ അറഫയിൽ അഥവാ പ്രത്യേകം പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇബ്ലീസിന് ഈ ഒരു അവസ്ഥ ഉണ്ടാകും. നിന്ദ്യത അനുഭവിക്കുന്ന, സ്വന്തത്തിൽ ഏറ്റവും നിസ്സാരനായി പോകുന്ന അവസ്ഥയുണ്ടാകും. വഫി ഷഹ്രി റമളാൻ, അതുപോലെ റമളാനിന്റെ വിഷയവും. യൽതുഫുല്ലാഹു ബി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് ലുത്ഫ് കാണിക്കുന്നു. ഫയഗുല്ലു ഫീഹി الشياطين ومرضة الجن حتى لا يقدروا على ما كانوا يقدرون عليه بغيره من تسبيل الذنوب. ഈ റമളാൻ മാസത്തിൽ അതാ പിശാചുക്കളെ ബന്ധിപ്പിക്കുന്നു, ജിന്നുകളെ തടവിലാക്കുന്നു. അവർക്ക് മറ്റുള്ള സമയത്ത് ആളുകളെ പാപത്തിലേക്ക് വലിച്ചഴിക്കാൻ പറ്റുന്നത് പോലെ ഈ റമളാനിൽ പറ്റുകയില്ല. വലിഹാദാ തഖില്ലുൽ മആസി ഫീ ശഹ്രി റമളാൻ ഫിൽ ഉമ്മത്തി ലിദാലിക്. അതുകൊണ്ടാണ് റമളാൻ മാസത്തിൽ ഈ ഉമ്മത്തിൽ, മുസ്ലിമീങ്ങളുടെ ഇടയിൽ പാപങ്ങൾ കുറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങേയറ്റം ഫാസിഖായിട്ടുള്ള, ഫാജിറായിട്ടുള്ള, സ്വന്തം റൂഹിനെ പിശാചിന് നൽകിയിട്ടുള്ള ആളുകൾ മാത്രമാണ് റമളാനിലും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ യഥേഷ്ടം തുടർന്നു പോകുന്ന അവസ്ഥയുണ്ടാവുക. നോക്കിയാൽ കാണാം. ചിലപ്പോ വർഷത്തിൽ 11 മാസവും നിസ്കരിക്കാത്ത ആളുകൾ റമളാനിൽ നിസ്കരിക്കും.
ഫജറിന് വരാത്ത ആളുകൾ ജമാഅത്തിന് പങ്കെടുക്കും, നോമ്പ് നോൽക്കും, എല്ലാവരും സിഗരറ്റ് വലിക്കുന്ന, ചിലപ്പോൾ കള്ളുകുടിക്കുന്ന ആളുകൾ പോലും റമദാനിൽ കള്ളുകുടിയും സിഗരറ്റും ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, ധാരാളം മേഖലയിൽ ആളുകൾ പാപങ്ങളിൽ നിന്ന് കുറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്, പിശാചുക്കളെ ബന്ധിതരാക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത്രയും മുദ്മിനായിട്ടുള്ള നഫ്സ് അത്രയും അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ആ പാപങ്ങളിൽ വീണ്ടും തുടരുന്ന അവസ്ഥ. വഫി സഹീഹൈൻ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച് കാണാം, അൻ അബീ ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇദാ ദഖല റമളാൻ, റമളാൻ എത്തിക്കഴിഞ്ഞാൽ, റമളാൻ പ്രവേശിച്ചാൽ, ഫുതിഹത് അബ്വാബുസ് സമാ വഗുല്ലിഖത് അബ്വാബുൽ ജഹന്നം, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നതാണ്, ഫുതിഹത് തുറക്കപ്പെടുന്നതാണ്, വഗുല്ലിഖത് അബ്വാബു ജഹന്നം നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നതാണ്, വസുൽസിലത്തി ഷയാത്തീൻ പിശാചുക്കളെ ബന്ധിതരാക്കുന്നതാണ്. അഥവാ ഇവിടെ പറയുന്നത് ഈ ഒരു സമയത്ത് ഇബ്ലീസ് അങ്ങേയറ്റം നിരാശപ്പെടുന്ന സമയമാണ് റമളാനിൽ നിന്ന് അറിയിക്കാനുള്ള ചില ഹദീസുകൾ കൊടുക്കുക. വലി മുസ്ലിമിൻ, മുസ്ലിമിന്റെ റിവായത്തിൽ ഫുതിഹത് അബ്വാബുർ റഹ്മ, കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു കാണാം. സ്വർഗ്ഗം അല്ലാഹുവിന്റെ കാരുണ്യമാണ്. വലഹു അയ്ളൻ അൻ അബീ ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ റമളാൻ, റമളാൻ ആയിക്കഴിഞ്ഞാൽ, ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും, വസുഫിദത്തി ഷയാത്തീൻ, പിശാചുക്കൾ ബന്ധിതരാക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. വഖറജ മിൻഹുൽ ബുഖാരി ദക്കറ ഫത്ഹിൽ അബ്വാബ് ബാബി അൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുക എന്നുള്ള ബാബിൽ ഇമാം ബുഖാരി കൊടുത്തിട്ടുണ്ട്. അവിടത്തൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിശാചിന് അങ്ങേയറ്റം ദേഷ്യം വരുന്ന, ഖേദം വരുന്ന ഒരു സമയമാണ്. വൈ തിർമിദി വഇബ്നു മാജ അൻഹു, അതുപോലെ തിർമിദിയും ഇബ്നു മാജയും ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ സുഫിദത്തി الشياطين ومرضت الجن وغلقت أبواب النار فلم يفتح منها باب وفتحت أبواب الجنة فلم يغلق منها باب وينادي مناد. ഒരാൾ വിളിച്ചു പറയും, മുമ്പ് വായിച്ചതൊക്കെ കഴിഞ്ഞ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ, നന്മ ചെയ്യുന്നവനെ, അഖ്ബിൽ, നീ മുന്നോട്ട് വാ, വയാ ബാഗിയ ശർ, ഷർ ചെയ്യുന്നവനെ, അഖ്സിർ, നീ അത് കുറക്ക്, വലില്ലാഹി വത്തഖാഉ മിനൻ നാർ വദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാവിലും അല്ലാഹുവിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന, മോചിതരാക്കപ്പെടുന്ന ആളുകളുണ്ട്, അതെല്ലാ രാവിലും ഉണ്ട് റമളാനിന്റെ എന്ന് കാണാം. ഇനി വേറെ ഇമാം അഹ്മദിന്റെ റിവായത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ദുർബലമായിട്ടുള്ള, സനദിൽ ദഈഫുള്ളതാണ്. പക്ഷെ ഇതേ ആശയങ്ങൾ തന്നെയാണ്, അതിന്റെ ആശയം ശരിയാണ്, വീണ്ടും അത് വായിക്കുന്നില്ല. അപ്പോ പിശാച് അങ്ങേയറ്റം ഖേദിക്കുന്ന, അല്ലെങ്കിൽ നിരാശപ്പെടുന്ന ഒരു സമയമാണ് ഈ റമളാൻ എന്നുള്ളത്. ബദറിൽ എങ്ങനെയാണോ ഖേദിച്ച് നിന്ദ്യനായി പോയത്, അതുപോലെ ഈ മവാസിമുൽ മഗ്ഫിറ, അള്ളാഹു പാപമോചനം നൽകുന്ന, പൊറുക്കുന്ന, കാരുണ്യം ഇറങ്ങുന്ന സമയത്തൊക്കെ പിശാചി ഈ അവസ്ഥയിലാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇതേ ഒരു ഫസ്ലിൽ തന്നെ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും, അടുത്ത ഫസ്ലിൽ അവസാന 10 ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം മസ്അലകളും ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.